ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI മാനിയ. നമുക്ക് എല്ലാവർക്കും അറിയാം 2021 ഏറ്റവും മികച്ച യൂസർ ഇന്റർഫേസ് ഡിസൈൻ ട്രെൻഡുകളിൽ ഒന്നാണ് 3D എലമെന്റ്സിന്റെ യൂസേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3D ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസൈൻസുകൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസുകളിലും വെബ്സൈറ്റുകളിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഉപയോഗിക്കേണ്ടുന്ന ആവശ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഡിസൈൻസുകൾ, ഇന്റർനാഷണൽ ഡിസൈൻസുകൾ എടുത്ത് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഡിസൈൻസുകളിലെല്ലാം തന്നെ 3Dയുടെ ഒരു അതിപ്രസരം തന്നെ ഉണ്ടായിരിക്കുന്നത് കാണാം ഇപ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള 3D എലമെന്റ്സുകൾ എന്ന് പറയുന്നത് എല്ലാ ഡിസൈനേഴ്സിനും ഇപ്പോൾ 3D സോഫ്റ്റ്വെയറുകളായ 3D മാക്സോ അല്ലെങ്കിൽ മായയൊക്കെ പഠിച്ച് അത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ 3D എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു മികച്ച ടൂളാണ് സ്പ്ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു 6 മാസത്തിന് മുമ്പായിട്ട് സ്പ്ലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഞാനത് ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പ്ലൈൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അത് ആൾക്കാർ ഗ്രാഫിക്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാര്യം ഒരുപാട് ഡിസൈൻ പ്രോജക്റ്റുകളിൽ ഇപ്പോൾ സ്പ്ലൈൻ യൂസ് ചെയ്ത് 3D ഗ്രാഫിക്സുകൾ ഒരുപാട് യൂസ് ചെയ്ത് ഡിസൈനേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്പ്ലൈൻ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങളിവിടെ spline.design എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വരിക. നിങ്ങൾക്ക് ഈ കാണുന്ന പോലുള്ള ഓരോ 3D എലമെന്റ്സുകളും അതിലിങ്ങനെ മൗസ് ഓവർ ചെയ്യുന്ന ടൈമിലുണ്ടാകുന്ന ആ ഒരു റൊട്ടേഷനും അല്ലെങ്കിൽ സൂമിങ് ഒക്കെ ആയിട്ടുള്ള എഫക്റ്റുകളൊക്കെ തന്നെ ഈ സ്പ്ലൈനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതിൽ ആദ്യം നിങ്ങൾ ഇവിടെ വന്ന് ഈ വെബ്സൈറ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ OS, നിങ്ങളുടെ മാക് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, ഏതിലാണോ നിങ്ങളുടെ OS അതിൻ്റെ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു സ്പ്ലൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതാണ് അതിൻ്റെ യൂസർ ഇന്റർഫേസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള UI ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ചെയ്യുന്ന ഫയൽസുകൾ, ലൈബ്രറി, ലേൺ, അപ്ഡേറ്റ്സ്, അക്കൗണ്ട് സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബേസിക് മെനൂസുകൾ കിടപ്പുണ്ട്. അതെല്ലാം വളരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞ് കൺഫ്യൂഷൻ ആകുന്നില്ല. ഇപ്പോൾ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലൈബ്രറി കിട്ടും. ലേണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സും മറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്ഡേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് എടുക്കാം. ഓക്കെ, എനിവേ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിലായിട്ട് ന്യൂ ഫയൽ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ക്യാൻവാസിലേക്ക് വരും. എപ്പോഴും ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ, ഏത് പുതിയ സോഫ്റ്റ്വെയറുകൾ കിട്ടിയാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ Adobe XD ആയിക്കോട്ടെ, ഫിഗ്മ ആയിക്കോട്ടെ, എന്ത് കിട്ടിയിരുന്നാലും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഈ ഒരു ക്യാൻവാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യാൻവാസിൽ ഒരു എലമെന്റ് എന്തെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് റൈറ്റ് സൈഡിലും അതിന്റെ ലെയർ ബൈ ഫംഗ്ഷനുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ലെയറുകളൊക്കെ തന്നെ ലെഫ്റ്റ് സൈഡിലും, പിന്നെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ചില സോഫ്റ്റ്വെയറിൽ ലെഫ്റ്റ്, ചിലതിൽ ടോപ്പും ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറുകളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, എനിവേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷേപ്സുകൾ എന്തെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഷേപ്സുകൾ അവരിവിടെ തന്നിട്ടുണ്ട്. ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്സുകൾ, അതുപോലെ തന്നെ കുറേ 3D ആയിട്ടുള്ള ക്യൂബ്സ്, സ്പിയർ, സിലിണ്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ഒരു കളക്ഷൻ തന്നെ തന്നിട്ടുണ്ട്. നല്ല രീതിയിലൊരു കളക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇൻ കേസ് ഒരു സ്റ്റാർ വരയ്ക്കണമെന്നിരിക്കുക, നിങ്ങൾക്ക് സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റാർ വരച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും റൈറ്റ് സൈഡിൽ കാണും. ദെൻ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരിക, അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ സ്കെയിൽ, റൊട്ടേഷൻ, ഇതെല്ലാം നമുക്ക് റൈറ്റ് സൈഡിലുണ്ട്. പിന്നെ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസുകൾക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഷേപ്പ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസുകളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് മാറ്റാനുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന പോലുള്ള എലമെന്റ്സുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടോ, ഇതുപോലെ നമുക്ക് മാറ്റി ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ തന്നെ നമ്മുടെ ഡിസൈൻസുകൾക്ക് പ്രത്യേക ഘട്ടങ്ങളിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരു ഡ്രോയിങ് ലൈൻസുകൾ അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ വന്നിട്ട് ഇവിടെ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ഫിയർ ആയിട്ട് 3D ഒബ്ജക്റ്റുകൾ വരയ്ക്കാൻ പറ്റും. 3D ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ കളറൊക്കെ മാറ്റാനുള്ള എല്ലാ ഫെസിലിറ്റികളും തരുന്നുണ്ട്. അതുപോലെ 3D സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന അതേ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക, ഒരു അനിമേഷൻ ലെവലിലുള്ള രീതിയിലല്ല അവർ സോഫ്റ്റ്വെയർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈനർക്ക് വേണ്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിന്നായിട്ട് ഷാഡോസ്, അതിൻ്റെ ലൈറ്റിങ്, കളർ എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ വേണമെങ്കിലും ഷേപ്പുകൾ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3D സോഫ്റ്റ്വെയറിന് എന്ന പോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന സെറ്റിങ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കാം. ഇവിടെ താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലോബിൻ്റെ ടോപ്പ് വ്യൂ, അതുപോലെ തന്നെ ബോട്ടം ലെഫ്റ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സെറ്റിങ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സാധാരണ രീതിയിൽ 3D യൂസ് ചെയ്യുന്നത് പോലെ ആ ഷേപ്പ് എടുത്ത് നമുക്ക് ആ ഷേപ്പിന് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനും
അതുപോലെ തന്നെ പുതിയ പുതിയ ഷേപ്പുകൾ ആഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെടുത്ത് നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടി നോക്കുക. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ഇൻ കേസ് ഈ ഒരു ഷേപ്പിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ സോഫ്റ്റ്വെയറുകളെ പോലെ തന്നെ നിങ്ങൾക്ക് സ്പേസ് ബാർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ടൂൾ ആക്കാം. അതുപോലെ തന്നെ കൺട്രോൾ ഞെക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മൗസ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്യാനും സൂം ഇന്നും സൂം ഔട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സാധാരണഗതിയിലൊരു സോഫ്റ്റ്വെയറുമായിട്ട് തന്നെ അതേ ഒരു ഫീലിംഗോടുകൂടി തന്നെ ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇൻ കേസ് ഈ ഒരു ഷേപ്പിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള സെറ്റിങ്സുകളൊക്കെ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കളിക്കാം. അപ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള 3D ഷേപ്സുകളും സിലിണ്ടർ ഷേപ്പുകളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഡിസൈനിങ് UI എലമെന്റ്സിൽ ഇപ്പോൾ ഒരുപാട് ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പോൾ ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലൊരു എലമെന്റ് നമ്മുടെ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണത് നമുക്ക് വെബിന് പർപ്പസിന് ആവശ്യമായിട്ടുള്ള മൗസ് ഓവറും മറ്റും കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഷേപ്പുകൾ വെച്ച് ഓരോ രീതിയിലുള്ള ഷേപ്പുകൾ ചെയ്ത് ശീലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു സെറ്റ് ഓഫ് കളക്ഷൻ അവർ തന്നിട്ടുണ്ട്. ഒരുപാട് സെറ്റ് ഓഫ് നല്ല രീതിയിലുള്ള കുറേ 3D ഗ്രാഫിക്സ് അവർ ക്രിയേറ്റ് ചെയ്ത ലൈബ്രറി. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എങ്ങനെയാണ് അവർ അതിൻ്റെ റൈറ്റ് സൈഡിലെ സെറ്റിങ്സുകൾ കൊടുത്തിരിക്കുന്നത്. വളരെ ഈസിയാണ്. ഏതൊരു സോഫ്റ്റ്വെയർ ആയിരുന്നാലും അവർ സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പിൾസുകൾ എടുത്ത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുകയും അവരിട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമെങ്കിൽ അതായിരിക്കും അത് പഠിക്കാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള അവരുടെ ലൈബ്രറിയിൽ കിടക്കുന്ന കുറേ എലമെന്റ്സുകൾ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ അവരുടെ കളേഴ്സ്, അവരുടെ പ്രോപ്പർട്ടീസ്, ഓപ്ഷൻസ് എല്ലാം നോക്കി പഠിക്കുക എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇൻ കേസ് ഇതാണ്ട് ഒരു ഒബ്ജക്റ്റിനകത്ത് നമുക്കിപ്പോൾ ഒരു മൗസ് ഓവർ സ്റ്റേജ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് സൈഡിലോട്ട് വരിക. റൈറ്റ് സൈഡിൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിലൊരു പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാവും. ആ ഒരു സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണ്. ഞാൻ ഇതിനെ ഇങ്ങനെ വലുതാക്കിയാണ് സങ്കല്പിക്കുക. എന്നിട്ട് അതിനുശേഷം എനിക്ക് ഇവൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ വന്നിട്ട് പ്ലസ് റൈറ്റ് സൈഡിൽ ഇവൻറ്റ്സിലെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ ആ ഒരു ഷേപ്പിൽ മൗസ് ഓവർ ചെല്ലുമ്പോഴാണോ അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മൗസ് ഓവർ എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ. മൗസ് ഓവർ എഫക്റ്റ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വന്ന് ടോപ്പിൽ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ അതിൻ്റെ ഒരു പ്ലേ ഒരു ലെവലിലേക്ക് വന്നു. ഞാൻ ഇതിലേക്ക് മൗസ് ഓവർ ചെയ്യുകയാണ്. കണ്ടോ, മൗസ് ഓവർ ചെയ്യുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത രണ്ടാമത്തെ സ്റ്റേറ്റിൽ ഞാൻ ചേഞ്ച് ചെയ്ത ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് വളരെ ഈസിയാണ്. ഈ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ വെബ് പർപ്പസിലോട്ട് കൊണ്ട് ഇതിനെ സിമ്പിളായിട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എനിവേസ് ഇതുപോലുള്ള മനോഹരമായ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടുള്ള എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഓരോരുത്തരുടെയും അവരവരുടെ ഭാവനയിലുള്ള പല രീതിയിലുള്ള ആർട്ടിസ്റ്റിക്കൽ അനുസരിച്ച് അവർക്ക് ഒരുപാട് എലമെന്റ്സുകൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് അവരവർ കഴിയുന്ന രീതിയിലുള്ള എഫക്റ്റുകളും ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ബോട്ടത്തിൽ എക്സ്പോർട്ട് ഉണ്ട്. എക്സ്പോർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ടോപ്പിലായിട്ട് പബ്ലിക് URL, അതുപോലെ തന്നെ വെബ് കണ്ടന്റ്, ഇമേജ്, വീഡിയോ, ഇങ്ങനെ കുറച്ച് സെഷൻ തന്നിട്ടുണ്ട്. പബ്ലിക് URL കൊടുത്തിട്ട് നിങ്ങൾ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രാഫിക്സ് ഈ എഫക്റ്റോടുകൂടി തന്നെ ഈ ഒരു ഗ്രാഫിക്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇതിൻ്റെ ലിങ്ക് പബ്ലിക് URL എടുത്ത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെയ്തൊരു എഫക്റ്റിനെ നമുക്ക് ഈ HTML ടാഗിനകത്ത് iframe ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഇവിടെ iframe എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു കോഡ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ HTML-നകത്ത് പേസ്റ്റ് ചെയ്താൽ ഇതവിടെ iframe ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ലിങ്ക് അല്ല വേണ്ടുന്നത്, ഇമേജ് ആണെങ്കിൽ ഇവിടെ വന്ന് ഇമേജ് എടുക്കുക. ഇമേജ് എടുത്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുക. ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ തന്നെ വരും. ഇമേജ് തന്നെ JPG ആയിട്ടും PNG ആയിട്ടും സെറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതല്ല ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ടാണ് പോകുന്നത്, വീഡിയോ എടുക്കുക. അങ്ങനെ ഇത്രയും ഫോർമാറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തരാവുന്ന വളരെ എടുത്തു പറയേണ്ട രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇത്രയും ഫെസിലിറ്റി ഉള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു 3D എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം പ്രധാനമായിട്ടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ മെഷീനിൽ ഈ കണ്ടതുപോലുള്ള കാര്യങ്ങൾ എഫക്ട്സുകളെല്ലാം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ ലെയർ എഫക്ട്സും എല്ലാം ലെഫ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഒരു 5-6 സാമ്പിൾ ഇതിൽ കിടക്കുന്ന ലൈബ്രറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ആ 3D എലമെന്റ്സ് ഉണ്ടായെന്നും മറ്റു കാര്യങ്ങളും ഒക്കെ. ഓക്കെ. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാനും മറ്റെല്ലാ എഫക്റ്റുകളും ഇവിടെ തന്നെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ച് പ്രോജക്ട്സുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഐക്കൺസുകളും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന പ്രോജക്റ്റുകൾ ഇതുപോലുള്ള 3D എലമെന്റ്സുകൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം ഇതുപോലുള്ളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. വളരെ ഈസിയാണ് ഗൈസ്.
അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തോളുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.